ASR from Egan Quet channel. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജിയിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക ആൻഡ് നന്നായിട്ടിരുന്ന് പഠിക്കുക. നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. യെസ്, മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? അലക്സാണ്ടർ ഫ്ലെമിംഗ്, citric acid, cyclosporin A, Swiss cheese. ഇതൊക്കെയാണ് ലിസ്റ്റ് 1-ലുള്ളത്. ലിസ്റ്റ് 2-ലോ പ്രൊപ്പിയോണിബാക്ടീരിയം ഷർമാനി, പെനിസിലിൻ, ആസ്പെർഗില്ലസ് നൈഗർ, ട്രൈക്കോഡെർമ, പോളിസ്പോറം. ഓക്കെ, അപ്പോൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അലക്സാണ്ടർ ഫ്ലെമിംഗ് നമുക്കറിയാം, ഇദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മുടെ ആദ്യത്തെ ആന്റിബയോട്ടിക്, അതായത് പെനിസിലിൻ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ പെനിസിലിൻ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്തിൽ നിന്നാണ്? പെനിസീലിയം നൊട്ടേറ്റം. എന്താണടാ? പെനിസീലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫഞ്ചയിൽ നിന്ന്, പെനിസീലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫഞ്ചയിൽ നിന്നാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സിട്രിക് ആസിഡ്. അപ്പൊ സിട്രിക് ആസിഡ് നമ്മൾ ഉണ്ടാക്കുന്നത് ഏത് മൈക്രോബിൽ നിന്നാണ്? ആസ്പെർഗില്ലസ് നൈഗറിൽ നിന്ന്. സൈക്ലോസ്പോറിൻ എ ഇത് ഉണ്ടാക്കുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. സ്വിസ് ചീസോ ഇത് ഉണ്ടാക്കുന്നത് പ്രൊപ്പിയോണിബാക്ടീരിയം ഷർമാനി എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ പറഞ്ഞേ, ഏത് ഓപ്ഷനാ കറക്റ്റ് ആൻസർ? എ, അലക്സാണ്ടർ ഫ്ലെമിംഗ് ഗോസ് ടു 2 അല്ലേ? യെസ്, അപ്പൊ A2. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ. A2. B3 അല്ലടാ, സിട്രിക് ആസിഡ്, ആസ്പെർഗില്ലസ് നൈഗർ. സി ആണെങ്കിലോ സൈക്ലോസ്പോറിൻ. A4 ട്രൈക്കോഡെർമ പോളിസ്പോറം. ആൻഡ് D 1 ആണ്. അപ്പൊ അതാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a biological control that is being developed for use in the treatment of plant diseases? അതായത് നമ്മുടെ സസ്യങ്ങൾക്ക് രോഗങ്ങൾ വരില്ലേ, അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ് ഡിസീസസ് അല്ലെങ്കിൽ ഈ രോഗമുണ്ടാക്കുന്ന പാത്തജൻസിനെതിരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബയോളജിക്കൽ കൺട്രോൾ ഏജന്റ് ഏതാണെന്ന ചോദ്യം. ബാക്യുലർ വൈറസ് ആണോ? ട്രൈക്കോഡെർമയാണോ? ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ആണോ? അല്ലെങ്കിൽ ഇത് എല്ലാത്തിനും അത് പറ്റുമോ? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ട്രൈക്കോഡെർമ സ്പീഷീസ്. തെറ്റിപ്പോവരുത്, മാറിപ്പോവരുത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓൾസോ കോൾഡ് ആസ് ബ്രൂവേഴ്സ് ഈസ്റ്റ്? ബ്രൂവേഴ്സ് ഈസ്റ്റ് ഏതാന്ന ചോദ്യം. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈറിക്കം അല്ലല്ലോ അല്ലേ. അസറ്റോബാക്ടർ അസറ്റൈ അല്ലല്ലോ. ആസ്പെർഗില്ലസ് നൈഗർ അല്ലല്ലോ. ദ റൈറ്റ് ആൻസർ ഇസ് സെക്കാരോമൈസസ് സെർവീസിയെ. ഇതേ ചോദ്യം നിങ്ങളോട് എങ്ങനെ ചോദിക്കാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓൾസോ കോൾഡ് ആസ് ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? സെക്കാരോമൈസസ് സെർവീസിയെ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. വീണ്ടും എന്താ തന്നിരിക്കുന്നത്? സ്ട്രെപ്റ്റോകൈനേസ്, സ്റ്റാറ്റിൻ, ലിപ്പേസ്, പെക്റ്റിനേസ്. ഇതൊക്കെയാണ് ലിസ്റ്റ് 1-ൽ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എൻസൈംസ് ആണ്. സ്റ്റാറ്റിൻ ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂളും ഉണ്ട്. അപ്പൊ ആദ്യം സ്ട്രെപ്റ്റോകൈനേസ്. നമുക്കറിയാം, സ്ട്രെപ്റ്റോകൈനേസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിട്ടാ? ഒരു ക്ലോട്ട് ബസ്റ്റർ ആയിട്ടാണ്. അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസിന്റെ ബ്ലഡ് വെസൽസ് ഉണ്ടാവില്ലേ, ആ രക്തക്കുഴലിലുള്ള ബ്ലഡ് ക്ലോട്ട്, രക്തക്കട്ട ലയിപ്പിച്ചു കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അത് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ഓക്കെ, അപ്പൊ എ എന്താണ്? A4 ആണ്. A4 ആണ്. സ്റ്റാറ്റിൻ. സ്റ്റാറ്റിൻ ഒരു ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റാ അല്ലെ. നമ്മുടെ രക്തത്തിലുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂൾ ആണ് സ്റ്റാറ്റിൻ. അപ്പൊ ലിപ്പേസോ? ലിപ്പേസ് ഡിറ്റർജന്റിൽ യൂസ് ചെയ്യുന്ന ഒരു എൻസൈം അല്ലേ. എന്തിനു വേണ്ടിയിട്ടാ? അതായത് നമ്മുടെ ഡ്രസ്സിലൊക്കെ എന്തുണ്ടാവും? ഓയിലി സ്റ്റെയിൻസ്, എണ്ണക്കറകളൊക്കെ ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് ലിപ്പേസ്. പെക്റ്റിനേസോ? അതായത് ബോട്ടിൽഡ് ഫ്രൂട്ട് ജ്യൂസിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈം ആണ് കേട്ടോ. അപ്പൊ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദ ഫാമിലി പെഡിഗ്രി ഓഫ് ക്വീൻ വിക്ടോറിയ ആർ നോൺ ടു ഹാവ് ഡിസെൻഡൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഡിസീസ്. ദ ഡിസീസ് വാസ്, അതായത് നമ്മളെ ക്വീൻ വിക്ടോറിയയുടെ ഫാമിലിയിൽ തുടർച്ചയായി ഇങ്ങനെ ജനറേഷൻ മാറി വരുന്ന ഒരു ജനിതക രോഗം, ജനറ്റിക് ഡിസോർഡർ ഏതാണെന്ന ചോദ്യം. നമുക്കറിയാം, ഈ ഡിസീസിനെ നമുക്ക് എന്തെന്ന് കൂടി വിളിക്കാം? റോയൽ ഡിസീസ് എന്ന് കൂടി വിളിക്കാം അല്ലെ. റോയൽ ഡിസീസ് കാരണം ക്വീൻ വിക്ടോറിയയുടെ ഫാമിലിയിൽ കണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് റോയൽ ഡിസീസ് എന്ന് വിളിക്കാം. ഏതാണ്? കളർ ബ്ലൈൻഡ്നെസ് ആണോ? സിക്കിൾ സെൽ അനീമിയ ആണോ? തലസീമിയ ആണോ? അല്ല. ദ റൈറ്റ് ആൻസർ ഇസ് ഹീമോഫീലിയ. അതായത് ഇവർക്ക് ബ്ലഡ് ക്ലോട്ട് ആവില്ല. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇവർക്ക് എന്ത് ക്ലോട്ട് ആവില്ല? ബ്ലഡ് ക്ലോട്ട് ആവില്ല. കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഇവരിൽ ഉണ്ടാവുന്നില്ല. ആ ക്ലോട്ടിംഗ് ഫാക്ടർ ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ രക്തം കട്ട പിടിക്കുന്നില്ല. ചെറിയ ഒരു വൂണ്ട്, ചെറിയ മുറിവിൽ കൂടെ പോലും ധാരാളം ബ്ലഡ് ലോസ് ആവുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി ആഡ് അസറ്റോബാക്ടർ ടു എ വീറ്റ് ക്രോപ്പ്? അതായത് വീറ്റ് ക്രോപ്പ്
അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുക? അസറ്റോബാക്ടർ അല്ലെ, ഒരു ബയോ ഫെർട്ടിലൈസറിനെ നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ ഇത് എന്തിനു സഹായിക്കും? സോയിൽ വിൽ ബിക്കം റിച്ച് ഇൻ നൈട്രജൻ കണ്ടന്റ്. അതായത് അസറ്റോബാക്ടറിനെ ആഡ് ചെയ്താൽ ഇവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? നൈട്രജൻ ഫിക്സേഷനുള്ള കഴിവുണ്ടല്ലേ. അപ്പൊ സോയിലിലെ നൈട്രജന്റെ കോണ്ടന്റ് ഇവര് കൂട്ടും. അതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് RNA പ്രൊവൈഡ്സ് ദ ടെംപ്ലേറ്റ് ഡ്യൂറിംഗ് ബാക്ടീരിയൽ ട്രാൻസ്ലേഷൻ? ഓക്കെ, അപ്പൊ ബാക്ടീരിയൽ ട്രാൻസ്ലേഷന്റെ സമയത്ത് ഈ തന്നിരിക്കുന്ന RNAകളിൽ ഏതാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? സോ സെൻട്രൽ ഡോഗ്മ ആലോചിക്കുക. ഓക്കെ, എന്താ ആലോചിക്കുക? സെൻട്രൽ ഡോഗ്മ. നമുക്കറിയാം DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, അതാണ് DNA റെപ്ലിക്കേഷൻ അല്ലെ. DNA-യിൽ നിന്ന് എന്തുണ്ടാവും? mRNA ഉണ്ടാകും, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. mRNA-യിൽ നിന്ന് എന്തുണ്ടാവും? പ്രോട്ടീൻസ് അല്ലെ. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുക അല്ലെ. ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ട്രാൻസ്ലേഷന്റെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് RNA ആണ്? mRNA, മെസ്സഞ്ചർ RNA ആണ് കേട്ടോ. ദ റൈറ്റ് ആൻസർ ഇസ് mRNA. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് ഓറൽ പിൽ? അപ്പൊ നമ്മളിത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഓറൽ പിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ദേ കണ്ടെയ്ൻ ഈസ്ട്രജൻ, ദേ കണ്ടെയ്ൻ റിലാക്സിൻ, ദേ കണ്ടെയ്ൻ പ്രൊജസ്റ്റോജൻ ആൻഡ് ഈസ്ട്രജൻ, ദേ കണ്ടെയ്ൻ ടെസ്റ്റോസ്റ്റിറോൺ. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. കാരണം ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് പ്രൊജസ്റ്റോജൻ ആൻഡ് ഈസ്ട്രജൻ. അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്തത്, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ടു സ്പെർമാറ്റോസോവ ഇസ് കോൾഡ്. അപ്പൊ നമ്മൾ ഗാമീറ്റോജെനസിസിൽ സ്പെർമാറ്റോജെനസിസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള സ്പെർമാറ്റോസോവ അഥവാ സ്പെർമിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജെനസിസ്. അപ്പൊ ഇതിൽ ആദ്യം എന്താ ഉണ്ടാവുക? ഒരു സ്പെർമാറ്റോഗോണിയിൽ നിന്ന് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് ആദ്യം ഉണ്ടാവുന്നത് എന്താ? സ്പെർമാറ്റിഡ്സ് ആണ്. ഈ സ്പെർമാറ്റിഡ്സിനെ പിന്നെ നമ്മൾ എന്താക്കി മാറ്റും? അതായത് സ്പെർമാറ്റോസോവ അഥവാ സ്പെർം ആക്കി മാറ്റും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണടാ? അതിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. എന്താണ്? സ്പെർമിയോജെനസിസ്. ദ റൈറ്റ് ആൻസർ ഇസ് സ്പെർമിയോജെനസിസ്. ഓക്കെ, ആ കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്പെർമാറ്റോജെനസിസ്. അതായത് മെയിൽ ഗാമീറ്റ് അഥവാ സ്പെർമാറ്റോസോവ ഉണ്ടാവുന്ന പ്രോസസ്സ് കേട്ടോ. എന്താ സ്പെർമിയേഷൻ? സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് നമ്മൾ സ്പെർമിനെ റിലീസ് ചെയ്യുന്നില്ലേ, ആ പ്രോസസ്സാണ് സ്പെർമിയേഷൻ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ദ ലേഡിക് സെൽസ് പ്രൊഡ്യൂസ്. ലേഡിക് സെൽസ് എന്തിനെ ഉണ്ടാക്കുന്നുണ്ട്? അപ്പൊ ലേഡിക് സെൽസ് അതിനെ നമുക്ക് എന്തെന്ന് കൂടി വിളിക്കാം? ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് കൂടി വിളിക്കാം അല്ലെ. എന്താണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്? അതായത് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത് കാണുന്ന സെൽസ് ആണ് ഈ ലേഡിക് സെൽസ്. ഇവരാണ് എന്തിനെ റിലീസ് ചെയ്യുക? മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസിനെ റിലീസ് ചെയ്യുക. ദ റൈറ്റ് ആൻസർ ഇസ് ആൻഡ്രോജൻസ്. ഓക്കെ, പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്നത് അതൊരു ഫീമെയിൽ സെക്സ് ഹോർമോൺ ആണ്. സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് അത് ഹോർമോൺ അല്ല, അത് നമുക്കറിയാം. ദ റൈറ്റ് ആൻസർ ഇസ് ആൻഡ്രോജൻസ്. ദ പ്രോസസ് ഓഫ് എയറേഷൻ ഇസ് ഡൺ അറ്റ് വിച്ച് ഓഫ് ദ ഫ്ലോയിങ് സ്റ്റെപ്സ് ഓഫ് സീവേജ് ട്രീറ്റ്മെന്റ്? അപ്പൊ നമ്മുടെ എയറേഷൻ ടാങ്ക് അല്ലെ, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് സീവേജ് ട്രീറ്റ്മെന്റിൽ എവിടെയാ പഠിക്കുന്നത്? നമ്മൾ പൊതുവെ സീവേജ് ട്രീറ്റ്മെന്റിൽ 2 സ്റ്റെപ്സാണ് പഠിക്കുക. ഒന്ന് പ്രൈമറി ട്രീറ്റ്മെന്റും മറ്റൊന്ന് സെക്കൻഡറി ട്രീറ്റ്മെന്റും. സെക്കൻഡറി ട്രീറ്റ്മെന്റിനെ നമുക്ക് എന്തെന്ന് കൂടി വിളിക്കാം? ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് കൂടി വിളിക്കാം. കാരണം അവിടെയാണ് മൈക്രോബ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എയറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഈ 2 ട്രീറ്റ്മെന്റിൽ ഏത് ട്രീറ്റ്മെന്റിലാണ്? അത് നമുക്കറിയാം, സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ. സെക്കൻഡറി ട്രീറ്റ്മെന്റ്. അപ്പൊ ഇവിടെ ഭയങ്കര കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി ട്രീറ്റ്മെന്റ് ഉണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഉണ്ട്, ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഡി എന്താ? ബോത്ത് ബി ആൻഡ് സി. സോ നമുക്കറിയാം സെക്കൻഡറി ട്രീറ്റ്മെന്റും ബയോളജിക്കൽ ട്രീറ്റ്മെന്റും സെയിം ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. എന്താണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അടുത്തത്, വാട്ട് വാസ് ദ റീസൺ ഫോർ ദ എക്സ്റ്റിങ്ഷൻ ഓഫ് പാസഞ്ചർ പീജിയൻ ആൻഡ് സ്റ്റെല്ലസ് കൗ? അപ്പൊ സ്റ്റെല്ലസ് ഈക്കവും അതേപോലെ പാസഞ്ചർ പീജിയനും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി, വംശനാശം സംഭവിച്ചു പോയി. ഇപ്പൊ നമുക്ക് അവരെ കാണാൻ പറ്റില്ല അല്ലെ. ഇതിന് കാരണം നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. സോ വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? ഇതിന് കാരണം എന്താണെന്ന ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഈവിൽ ക്വാർട്ടറ്റ് പഠിക്കുന്നുണ്ട് അല്ലെ. ഈവിൽ ക്വാർട്ടറ്റിൽ 4 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ഏതാണെന്ന ചോദ്യം. ഏതാ? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണോ? അല്ല. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ അല്ല. കോ എക്സ്റ്റിങ്ഷൻ അല്ല. ദ റൈറ്റ് ആൻസർ ഇസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഹ്യൂമൻസ്. നമ്മൾ കാരണം മിസ് ഓൾറെഡി പറഞ്ഞു, അത് തന്നെയാണ് നമ്മളിവിടെ റീസൺ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഹോർമോൺ ഇസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസെന്റ? പ്ലാസെന്റൽ ഹോർമോൺ അല്ലാത്തത് ഏതാണ്? ഹ്യൂമൻ കൊറിയോണിക് ഗൊനാഡോട്രോപ്പിൻ HCG ഒരു പ്ലാസെന്റൽ ഹോർമോൺ ആണ്. ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ HPL ഒരു പ്ലാസെന്റൽ ഹോർമോൺ ആണ്. ആൻഡ്രോജൻസ് എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഹോർമോൺ ആണ്. ഈസ്ട്രോജൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഉണ്ടാവുന്ന ഹോർമോൺ തന്നെയാണ് അല്ലേ.
പ്ലാസന്റെ കുറച്ച് അത് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഓവേറിയൻ ഹോർമോൺ ആണിത്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞോളൂ എന്താ ആൻസർ? ആൻഡ്രജൻസ് അല്ലേ? കാരണം അതൊരു മെയിൽ സെക്സ് ഹോർമോൺ ആണ്. എന്താണ്? അതൊരു മെയിൽ സെക്സ് ഹോർമോൺ ആണ്. അതിവിടെ പറയേണ്ട ആവശ്യമേ ഇല്ല. ഒരിക്കലും പ്ലാസന്റ് അതിനെ ഉണ്ടാക്കുന്നില്ല കേട്ടോ. Individuals with karyotype of 44 plus XXY having overall masculine development with few feminine development like gynecomastia has chromosomal disorder. കറക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് കാരിയോടൈപ്പ് കൊടുത്തിട്ടുണ്ട്? എന്താണ്? 44 പ്ലസ് XXY കണ്ടീഷൻ. അപ്പൊ പൊതുവെ മെയിലില് എങ്ങനെയാണ് ക്രോമസോംസ് വരിക? അതായത് 44 പ്ലസ് XY കണ്ടീഷൻ അല്ലേ വരേണ്ടത്? മൊത്തം 46 ക്രോമസോംസ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വന്നിട്ടില്ലേ അല്ലെ? ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഇവിടെ ഉണ്ട്. അപ്പൊ മൊത്തം എത്രയായി ക്രോമസോം നമ്പർ? 47 ആയി. ഇത് ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം ആണ്. എന്താണ്? ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം, അതായത് പ്രസൻസ് ഓഫ് ആൻ എക്സ്ട്രാ എക്സ് ക്രോമസോം. XYക്ക് പകരം XXY കണ്ടീഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. എന്താണടാ? അത് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ആണ്. ഓക്കെ, യെസ്. ടേണർ സിൻഡ്രോം. ടേണർ സിൻഡ്രോം നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? 44 പ്ലസ് XO കണ്ടീഷൻ. അതായത് സ്ത്രീകളിൽ 44 പ്ലസ് XX ക്രോമസോം വരേണ്ട സ്ഥാനത്ത് ഒരു എക്സ് ക്രോമസോം ഉണ്ടാവില്ല. അത് മോണോസോമി ഓഫ് സെക്സ് ക്രോമസോം ആണ് കേട്ടോ. അതാണ് ടേണർ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം അത് ട്രൈസോമി 21 ആണ്. ട്രൈസോമി 21 ആണ്. ഓക്കെ, ആൻഡ് അവസാന എയ്ഡ്സ് ആണ് തന്നിരിക്കുന്നത്. അതെന്തായാലും അല്ല. അടുത്തത് നമ്മളോട് മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സ്ട്രെപ്റ്റോകൈനേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ക്ലോട്ട് ബസ്റ്റർ ആണ്. അപ്പൊ A2 ആണ് വരേണ്ടത് അല്ലെ? A2. സൈക്ലോസ്പോറിൻ A. സൈക്ലോസ്പോറിൻ A എന്ന് പറയുന്നത് എന്താ? അതൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് അല്ലേ? യെസ്. അപ്പം AB4 ആണ് വരേണ്ടത്. B4. സ്റ്റാറ്റിനോ? സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് ആണ്. അപ്പൊ C1 അല്ലേ വരണ്ടേ? C1 ആണ് വരേണ്ടത് അല്ലെ? A2 B4 C1. Swiss cheese, Propionibacterium shermani. The right answer is option B. Select the statement that are correct regarding patterns of biodiversity. നമ്മൾ patterns of biodiversity പഠിക്കുന്നുണ്ട് അല്ലേ? latitudinal gradient, species area relationship ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു 4-5 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻക്രീസസ് ആസ് വി മൂവ് away from equator towards the poles. അതായത് നമ്മൾ ഏർത്താന്ന് വിചാരിക്കുക. നമുക്കറിയാം സെന്ററിലൂടെ എന്ത് പോകുന്നുണ്ട്? ഇക്വേറ്റർ പോകുന്നുണ്ട്. അതിന്റെ തൊട്ട് അടുത്ത് വരുന്നത് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ടെമ്പറേറ്റ് റീജിയൻ. അത് കഴിഞ്ഞിട്ടാണ് 2 എക്സ്ട്രീം പോൾസിൽ പോളാർ റീജിയൻ വരുന്നത്. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അതായത് നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുന്നു എന്നാ പറഞ്ഞത്. അത് തെറ്റാ. കാരണം എന്താ? ഒരിക്കലും അങ്ങനെയല്ല. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയുക ചെയ്യാം. The tropical Amazon rainforest in South America has the greatest biodiversity on earth. അത് ശരിയാ. There is more solar energy available in temperate region than tropics. അല്ലല്ലോ, ട്രോപ്പിക്കലാണ് ടെമ്പറേറ്റിനേക്കാൾ കൂടുതൽ സോളാർ എനർജി ഉള്ളത്. അപ്പൊ അത് തെറ്റാം. ട്രോപ്പിക്കൽ എൻവയോൺമെന്റ് ആർ ലെസ് സീസണൽ, റിലേറ്റീവ്ലി മോർ കോൺസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ. അത് ശരിയാണ് അല്ലെ? പിന്നെയോ ഹംപോൾട്ട് ഒബ്സർവ് ദാറ്റ് വിത്തിൻ എ റീജിയൻ സ്പീഷീസ് റിച്ച്നെസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ അപ് ടു എ ലിമിറ്റ്. ഒരിക്കലും അല്ല. അതായത് ഏരിയ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നാണ്? സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലെ? S is directly proportional to A. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇത് തെറ്റാണ്. ഡിക്രീസ് എന്നല്ല വരേണ്ടത്, ഇൻക്രീസ് എന്നാണ് വരേണ്ടത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്തൊക്കെയാണടാ? ബിയും ഡിയും. ബി ആൻഡ് ഡി ഓൺലി ആണ് വരിക കേട്ടോ. ബി ആൻഡ് ഡി ഓൺലി. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫ്ലോയിങ് ഇസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഇപ്പൊ അഡാപ്റ്റീവ് റേഡിയേഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാ? ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് പഠിച്ചു, പിന്നെ ഓസ്ട്രേലിയൻ പ്ലാസന്റൽ മാമൽസ് പഠിച്ചു, ഡാർവിൻ ഫിഞ്ചസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് അഡാപ്റ്റീവ് റേഡിയേഷന്റെ എക്സാമ്പിൾ അല്ലാത്തത് മോഡ്സ് ഇൻ ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ആദ്യം സിഫ്റ്റ്. സിഫ്റ്റ് എന്താണെന്ന് അറിയാലോ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അതായത് സൈഗോട്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് എ ഫീമെയിൽ. അപ്പൊ A3 ആണ് വരുന്നത്. IUI ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്താ സംഭവം? Semen is artificially introduced into female. Gift gamete intrafallopian transfer. That is, ovum can be transferred into the fallopian tube of another female. ART എന്ന് പറഞ്ഞാൽ എന്താ? Assisted reproductive technologies. അതായത് couples are assisted to have children by corrective treatment. അപ്പോൾ the right option is option 2. അടുത്തത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ലേഡിക് സെൽസ്, ഇജാക്കുലേറ്ററി ഡക്ട്, പീനിസ് ഒക്കെ തന്നിട്ടുണ്ട്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് തന്നിട്ടുണ്ട്. മാച്ച് ചെയ്യണം. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അതൊരു മെയിൽ ആക്സസറി ഗ്ലാൻഡ് ആണ്.
ലേഡിക് സെൽസ് എന്ത് ചെയ്യുന്നു? ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് ആൻഡ്രോജൻസ് റിലീസ് ചെയ്യുന്നു. ഇജാക്കുലേറ്ററി ഡക്ട് സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് സ്പേംസ്. പീനിസ് ഇറ്റ് ഈസ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ടു പ്രൂവ് തിയറി ഓഫ് മ്യൂട്ടേഷൻ ഹ്യൂഗോ ഡി വ്രിസ് യൂസ്ഡ്. മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത് ആരാ? ഹ്യൂഗോ ഡി വ്രിസ് ആണ്. ഇദ്ദേഹം ഏത് പ്ലാന്റിലെ പഠനം നടത്തിയിട്ടുള്ളത്? ഏത് പ്ലാന്റിന്റെ ചേഞ്ചസ് ആണ് ഇദ്ദേഹം മനസ്സിലാക്കിയത്, പഠിച്ചത്? ഏതാണ്? സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിൽ ആന്റിർഹൈനം മാജസ്? അല്ലല്ലോ, തെറ്റ്. ഡോഗ് ഫ്ലവർ സെയിം ആണല്ലേ, അത് തെറ്റ്. പൈസം സെറ്റായവ അല്ല. ദ റൈറ്റ് ആൻസർ ഇസ് ഈവനിങ് പ്രൈം റോസ്. ഓക്കെ, അടുത്തത്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തന്നിട്ടുണ്ട്. 1 എന്താ? ലേഡി ബേർഡ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ യൂസ്ഫുൾ ടു ഗെറ്റ് റിഡ് ഓഫ് എഫിഡ്സ് ആൻഡ് മോസ്കിറ്റോസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബയോ കൺട്രോൾ ഏജന്റിൽ. ലേഡി ബേർഡും ഡ്രാഗൺ ഫ്ലൈസിനെയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? അതായത് നമ്മളെ കൃഷിസ്ഥലം നശിപ്പിക്കാൻ വരുന്ന എഫിഡ്സും മോസ്കിറ്റോസും ഒക്കെ ഇല്ലാതാക്കാൻ. ട്രൈക്കോഡർമ ഫംഗസ് ആർ എഫക്റ്റീവ് ബയോ കൺട്രോൾ ഏജന്റ് ഓഫ് സെവറൽ പ്ലാന്റ് പാത്തജൻസ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 2 ദ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പ്ലാന്റ് ഡിസീസ് ആൻഡ് പെസ്റ്റ് ക്യാൻ കൺട്രോൾ ഇൻക്രീസിംഗ് യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ദ സേവിംഗ് ആ എൻവയോൺമെന്റ് ഫ്രം ബീങ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. നമ്മൾ എന്തിനാ ബയോളജിക്കൽ കൺട്രോൾ ഏജൻസി യൂസ് ചെയ്യുന്നത്? അതായത് കെമിക്കൽസിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടാണ്. പൊല്യൂഷൻ കുറയും അങ്ങനെയാണെങ്കിൽ അല്ലേ? യെസ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. അപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലേ? എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? അടുത്തത് replication of DNA is characterized by. DNA replication നമ്മൾ പഠിക്കാറുണ്ട്. പറഞ്ഞോളൂ എന്താണ്? The direction of replication is 5' to 3' direction. അത് ശരിയല്ലടാ. replication നടക്കുക 5' 3' directionലാണ്. Only template with 5' 3' polarity is replicated. ഒരിക്കലും അല്ല, അത് തെറ്റാണ് അല്ലേ? രണ്ട് DNA strandsനും replication നടക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് continuous synthesis ഒന്ന് discontinuous synthesis ആണെന്ന് മാത്രം. replication is initiated at ORI. ORI എന്ന് പറഞ്ഞാൽ the origin of replication. അതും ശരിയാണ്. പിന്നെ DNA polymerase catalyze the process. അതും ശരിയാണ്. പിന്നെ the daughter molecule formed as one parental strand. അതും ശരിയല്ലേ? സോ എന്താണ് ഇതിലെ ഓപ്ഷൻസ് വരിക? എ, ഇത് എ ആണ്, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. സോ ബി ഇല്ല, ACDE. ഓപ്ഷൻ സി ഇസ് കറക്റ്റ്. അടുത്തത് ഐഡന്റിഫൈ ദ കറക്റ്റ് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് എമംഗ് ദ ഫോളോയിങ്. അപ്പോൾ ഒറ്റൊന്ന് പഠിച്ചു വെച്ചോളുക, ATGC. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയി. A ഡബിൾ ബോണ്ട് T, G ട്രിപ്പിൾ ബോണ്ട് C. അപ്പം AT വരുന്നുണ്ടടാ. യെസ്, ATGC ഇതാണ് കറക്റ്റ് ആൻസർ. A+T, G+C ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. Among the animal on planet, the species rich group making more than 70%. ഇപ്പൊ നമ്മൾ എന്താ പറയാ? ഓരോ 10 ജീവികളിലും 7 പേര് ആരാന്നാ നമ്മൾ പറയാ? ഇൻസെക്ട്സ് ആണെന്ന് പറയാ അല്ലേ? നമ്മൾ ഫൈലം ആർത്രോപോഡ് ഏറ്റവും വലിയ ഫൈലം ആവാൻ കാരണം ഇൻസെക്ട്സ് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ 70% ആനിമൽസ് എന്ന് പറയുമ്പോൾ അത് ഇൻസെക്ട്സ് ആണ്. Which part of the sperm help in its entry into the cytoplasm of the ovum? അതായത് ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് സ്പേമിന് എൻറ്റർ ചെയ്യണമെങ്കിൽ ആര് സഹായിക്കും? നമുക്കറിയാം സ്പേമിന്റെ ഹെഡിൽ ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ആക്രോസോം. ഈ ആക്രോസോമിൽ ധാരാളം എൻസൈംസ് ഉണ്ട്. ഹയാലുറോണിഡേസ് പോലെയുള്ള എൻസൈംസ് ഉണ്ട് അല്ലെ? ഈ എൻസൈംസ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുക? അതായത് സ്പേമിന് ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഓവത്തിന്റെ സോന പെല്ലൂസിഡ എന്ന് പറയുന്ന ലെയർ ഉണ്ടാവില്ലേ? ആ ലെയറിനെയൊക്കെ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറാനായിട്ട് സഹായിക്കുന്നത് ഈ ആക്രോസോമിലുള്ള എൻസൈംസ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ആക്രോസോം. ഓക്കെ. അടുത്തത് സീക്വൻഷ്യലി അറേഞ്ച് ദ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ സ്പെർമാറ്റോസോവൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റോഡ്, സ്പെർമാറ്റോസോവ, സ്പെർമാറ്റോഗോണിയ, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. സോ നമുക്ക് ആദ്യം എന്താ വരിക? മെയിൽ ജേം സെൽ, അതായത് സ്പെർമാറ്റോഗോണിയാണ് വരിക. ആദ്യം ഡി ആ വരിക. പിന്നെയോ സ്പെർമാറ്റോഗോണിയിൽ നിന്ന് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവും, പിന്നെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവും, പിന്നെ സ്പെർമാറ്റിഡ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് സ്പെർമാറ്റോസോവ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്തത് ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഫിനൈൽ കീറ്റോന്യൂറിയ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലിയോട്രോപ്പി. അത് നമുക്ക് അറിയാലോ, പ്ലിയോട്രോപ്പിയുടെ എക്സാമ്പിൾ ആണ് ഫിനൈൽ കീറ്റോന്യൂറിയ. പിന്നെ സ്റ്റേറ്റ്മെന്റ് 2 എഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്ക് ആൻ എൻസൈം വിച്ച് കൺവേർട്ട് ഫിനൈൽ അലനിൻ ഇൻടു ടൈറോസിൻ. യെസ്, അതും ശരിയാണ്. അതായത് ഫിനൈൽ അലനിനെ ടൈറോസിൻ ആക്കി മാറ്റുന്ന ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഇവിടെ ഇല്ല. ഓക്കെ. അതുകൊണ്ട് ഫിനൈൽ അലനിൻ ടൈറോസിൻ ആയിട്ട് മാറാതെ ഫിനൈൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. അത് നമ്മളെ ബ്രെയിനിലൊക്കെ കെട്ടിക്കിടന്നിട്ട് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും, പിന്നെയോ കീറ്റോന്യൂറിയ ഉണ്ടാവും, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അല്ലേ ആൻസർ വരിക? അതെ.
അടുത്തത് ദ റീസൺ ഫോർ ഡീവിയേഷൻ ഫ്രം മെന്റൽസ് ഡൈഹൈബ്രിഡ് ക്രോസ് ഇൻ TH മോർഗൻസ് എക്സ്പെരിമെന്റ്സ്. അപ്പോൾ നമുക്ക് TH മോർഗന്റെ എക്സ്പെരിമെന്റ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? മെന്റലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്നുള്ള ഡീവിയേഷൻ വരാൻ കാരണം എന്താണെന്നാണ് ചോദ്യം. എന്താണ്? ലിങ്കേജ് അല്ലേ? യെസ്, അതായത് ജീൻസ് ലിങ്ക്ഡ് ആണെങ്കിൽ അവിടെ റീകോമ്പിനേഷൻ കുറയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ലിങ്കേജ് ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ സഹേലി? അപ്പോൾ സഹേലി CDRI ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്താ പറയുക സൈഡ് എഫക്ട്സ് വളരെ കുറഞ്ഞ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ് സഹേലി. ഓക്കെ, യെസ്. അപ്പോൾ പറഞ്ഞോളൂ. ഇറ്റ് ഇസ് ടേക്കൺ ബൈ ഫീമെയിൽ. ഇത് ശരിയാ. ഇറ്റ് ഹാസ് വെരി ഫ്യൂ സൈഡ് എഫക്ട്സ്. ശരിയാണ്. പിന്നെ വൺസ് എ വീക്ക് പിൽ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഇറ്റ് ഇസ് എ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ. അല്ല, ഇത് സ്റ്റിറോയിഡൽ എന്താ പറയുക പില്ലല്ല കേട്ടോ. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് എൻസൈം ആർ യൂസ്ഡ് ഫോർ ക്ലാരിഫിക്കേഷൻ ഓഫ് ബോട്ടിൽഡ് ഫ്രൂട്ട് ജ്യൂസ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഏതാണ് വരുന്നത്? ഏതൊക്കെയാണ്? പെക്ടിനേസും പ്രോട്ടീസും. പെക്ടിനേസും പ്രോട്ടീസും. സോ ബിയും സിയും ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് കോംപ്ലിമെന്ററി dsRNA വിച്ച് പ്രിവെന്റ് ട്രാൻസ്ലേഷൻ ഇസ് ഫോംഡ് ഇൻ. അതായത് ഡബിൾ സ്ട്രാൻഡഡ് RNA ഒരിക്കലും ട്രാൻസ്ലേഷൻ നടക്കില്ല, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നില്ല. ഓക്കെ, യെസ്. അപ്പം ഇത് ഉണ്ടാവുന്നത് എപ്പോഴാണ്? RNA ഇന്റർഫറൻസ് അല്ലെ? RNA ഇന്റർഫറൻസിലാണ് ഇങ്ങനെ ഒരു dsRNA ഉണ്ടാവുന്നത്. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഇസ് നോട്ട് ദി കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്? ഇതിൽ ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ കോസ് അല്ലാത്തത് ഏതാന്ന ചോദ്യം. അതായത് ഈവിൽ ക്വാർട്ടറ്റിൽ വരാത്തത് ഏതാ? കോ എക്സ്റ്റിങ്ഷനും ഓവർ എക്സ്പ്ലോയിറ്റേഷനും ഏലിയൻ സ്പീഷീസ് ഇൻവേഷനും അതിൽ വരുന്നതാ. സോ എൻറ്റമിസം. എൻറ്റമിസം എന്ന് പറയുന്നത് എന്താ? അതായത് പെർട്ടിക്കുലർ സ്പീഷീസ് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് കാണുന്നു, അവിടെ സ്പീഷീസ് റിച്ച്നെസ് കൂടുതലായിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻറ്റമിസം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പീഷി, അത് ഒരു പെർട്ടിക്കുലർ റീജിയനിലാണ് കാണുക. അതിനെയാണ് നമ്മൾ എൻറ്റമിസം എന്ന് വിളിക്കുക. ഹോട്ട്സ്പോട്ട്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് അല്ലേ? അപ്പം അത് ഒരിക്കലും ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമല്ല. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഇസ് നോട്ട് എ ബാരിയർ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ? ബാരിയർ മെത്തേഡിൽ വരാത്തത് ഏതാ? വോൾട്ടർ ഡയഫ്രം സെർവിക്കൽ ക്യാപ്പ് ബാരിയർ മെത്തേഡാ. സ്റ്റെറിലൈസേഷൻ, വാസക്ടമിയും ട്യൂബക്ടമിയും ഒക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? അത് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഓക്കെ, സർജറി ആണ്, അത് ബാരിയർ മെത്തേഡ് അല്ല. വിച്ച് വൺ ഓഫ് ദ ഫ്ലോയിങ് എൻസൈം ബ്രിങ്സ് അബൌട്ട് ഹൈഡ്രോളിസിസ് ഓഫ് ലാക്ടോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്? അത് ഏതാണടാ? ഇത് ബീറ്റയാണ്. ഏതാണ്? ട്രാൻസസറ്റൈലേസ്, എമൈലേസ്, പെർമിയേസ് അല്ല, ബീറ്റ ഗാലക്ടോസിഡേസ്. ഓക്കെ, അപ്പം നമ്മൾ ലാക്കോപ്രോണിൽ ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? ലാക്കോപ്രോണിൽ നമ്മൾ 3 സ്ട്രക്ചറൽ ജീൻസ് പഠിക്കുന്നുണ്ട്, ZYA. അപ്പൊ Z ഉണ്ടാക്കുന്നത് എന്താണ്? ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, അത് എന്താ ചെയ്യുക? അതായത് ലാക്ടോസിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റും. Individuals with karyotype of 44+ XXY having overall masculine development with few feminine development like gynecomastia chromosomal disorder. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യുക, അതായത് ഒറ്റയ്ക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് മാത്രം നിൽക്കുന്നില്ല, ഇതുപോലെ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ സമയം കളയരുത്, നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കും, ക്വാളിഫൈ ആവുന്ന മിസ്സിന് അറിയാം. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.